friends, very good morning. See, now we are going to discuss economics of capital market part B, model question paper analysis. Okay, A to Z analysis ആണ്. അതുപോലെ തന്നെ എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായി ബന്ധപ്പെട്ട് പാർട്ട് എ നമ്മൾ ഫിനിഷ് ചെയ്തു. ചാപ്റ്റർ വൈസ് അനാലിസിസ് ഡിസ്കസ് ചെയ്തു. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4 വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. ഓക്കെ, ഇനി പാർട്ട് സിയിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസും കൂടി നടത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് 4 സെക്ഷനാണ് നമുക്കുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, വെരി ഷോർട്ട് ആൻസർ, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഓർ ഷോർട്ട് ആൻസർ ആൻഡ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ പാറ്റേണും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ വിശദമായിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ് വീഡിയോ. എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ A to Z അനാലിസിസ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ വളരെ സിൻസിയർ ആയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മുടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വരട്ടെ. ഈ 4 മൊഡ്യൂൾസും കമ്പൈൻ ചെയ്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A to Z അനാലിസിസ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. That is expected questions from economics of capital market. Let me start with multiple choice questions. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഭൂരിഭാഗം നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ക്വസ്റ്റ്യൻ ദെൻ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 12 ചോദ്യം ശരിയാക്കിയാൽ നിങ്ങൾക്ക് 12 മാർക്ക് കിട്ടും. ഓക്കെ, സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഷെയർ ഹോൾഡർ റിസീവ് ദ റിട്ടേൺ. ഓക്കെ, ഷെയർ ഹോൾഡറിന് ലഭിക്കുന്ന റിട്ടേൺ. ഓപ്ഷൻ എ ഡിവിഡൻഡ്, ഓപ്ഷൻ ബി റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഓപ്ഷൻ സി കൂപ്പൺ റൈറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ? ഡിവിഡൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഷെയർ ഹോൾഡർ വിൽ റിസീവ് ഡിവിഡൻഡ് ആസ് ദ റിട്ടേൺ. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ്, കൂപ്പൺ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിട്ടേൺ ടു ബോണ്ട് ഹോൾഡർ ഓർ ഡിബെഞ്ചർ ഹോൾഡർ. ഓക്കെ, ഷെയർ ഹോൾഡർ ദാറ്റ് ഈസ് ആക്ച്വലി കം അണ്ടർ ഓണർഷിപ്പ് സെക്യൂരിറ്റി. ഇസ്ന്റ് ഇറ്റ്? ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് പകുത്ത് നൽകലാണെന്ത് ഷെയർ ഹോൾഡർക്ക്. അപ്പോൾ ഷെയർ ഹോൾഡറിന് ദാറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. നല്ല രീതിയിൽ കമ്പനി പെർഫോം ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ലാഭം ഉണ്ടാവും. ആ ലാഭത്തിൻ്റെ പങ്ക് ആ വിഹിതം ആർക്ക് കൊടുക്കണം? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ആ ലാഭത്തിൻ്റെ പങ്കിന് വിളിക്കുന്ന പേരാണെന്ത്? ഡിവിഡൻഡ്. ഓക്കെ, ഞാൻ അവിടെ ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല പറഞ്ഞത് കേട്ടോ. ഷെയർ ഹോൾഡർ ഓർ സ്റ്റോക്ക് ഹോൾഡർ വിൽ റിസീവ് ഡിവിഡൻഡ് ആസ് ദ റിട്ടേൺ പ്ലസ് ഡിബഞ്ചർ ഓർ ബോണ്ട് ഹോൾഡർ വിൽ ഗെറ്റ് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് റിട്ടേൺ. റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മറ്റൊരു പേരാണത് കൂപ്പൺ റൈറ്റ്. ബോണ്ടിനെ ഡിബഞ്ചറിനൊക്കെ പറയുന്നതാണത് കൂപ്പൺ റൈറ്റ്. ദാറ്റ് ഈസ് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് റിട്ടേൺ ഓർ ഈൽഡ് ടു ദ ഓണർ ഓഫ് ദാറ്റ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, സി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെബി വാസ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ്. ഹിയർ റൈറ്റ് ആൻസർ ഈസ് GS പാട്ടേൽ കമ്മിറ്റി. സെബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ദ റെഗുലേറ്റർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 1988 അത് നിലവിൽ വരുന്നത്. 1992 അതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുക്കുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സെബി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ സെബിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? GS പാട്ടേൽ കമ്മിറ്റിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓപ്ഷൻ നോക്കൂ. നരസിംഹം കമ്മിറ്റി, that is related to the constitution of regional rural banks, RRB. Okay, അതുപോലെ രംഗരാജൻ കമ്മിറ്റി, that is associated with poverty and the methodology of the measurement of poverty. അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണത് രംഗരാജൻ കമ്മിറ്റി. അതുപോലെ സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. സിമിലർലി താരാപൂർ കമ്മിറ്റി it is also very famous committee related to capital account convertibility. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സെബി വിച്ച് ഇസ് ദ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലസ് GS പാട്ടേൽ കമ്മിറ്റി. നിലവിൽ വന്ന വർഷം 1988. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് പാർലമെന്റിൽ ഒരു നിയമമൊക്കെ പാസ്സാക്കിയിട്ട് സെബി ആക്ട് വന്നത് വഴി ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി. ദാറ്റ് ഈസ് 1992. ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ദ NIM ഡീലിംഗ് വിത്ത് ദ സെക്യൂരിറ്റീസ് ഓഫ്. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ NIM എന്ന് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റ്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഓക്കെ, അപ്പം ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ദാറ്റ് ഓൺലി ഡീൽസ് വിത്ത് ഫ്രഷ് ഷെയർസ് ഓർ ഫ്രഷ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇവിടെ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ, ദ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഡീലിംഗ് വിത്ത് ദ സെക്യൂരിറ്റീസ് ഓഫ് ഓൺലി ഫ്രഷ് സെക്യൂരിറ്റീസ്. ഓപ്ഷൻ ബി നിങ്ങൾ നോക്കുക, എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, ദാറ്റ് ഈസ് ദാറ്റ് കം അണ്ടർ സെക്കൻഡറി മാർക്കറ്റ്, ദാറ്റ് ഈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വെക്കുക.
Fourth question, which of the following represented the nucleus of capital market? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഷെയർ മാർക്കറ്റ് ആണ് കേട്ടോ, ബോണ്ട് മാർക്കറ്റ് അല്ല. ഏറ്റവും പ്രൈമറി പ്ലേയേഴ്സ് എന്ന് പറയുന്ന ഷെയർ മാർക്കറ്റ്. മണി മാർക്കറ്റിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. മണി മാർക്കറ്റിന്റെ ലീഡർ റെഗുലേറ്റർ എന്ന് പറയുന്ന ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആരാണ്? സെബി ആണ്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. Fifth question, FTSE is the stock exchange index of. ഓപ്ഷൻ എ ആണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ഇപ്പം നിക്കി എന്ന് പറയുന്നത് ഏതാണ്? ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഡൗ ജോൺസ്, നാസ്ഡാക്ക് എന്നൊക്കെ പറയുന്നത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദാറ്റ് ഇസ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം ഫോർത്ത് മൊഡ്യൂൾ വരുന്ന ഡൊമസ്റ്റിക് ഇൻഡീസസ് ആസ് വെൽ ആസ് ഫോറിൻ ഇൻഡീസസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡീസസ്, ആ കാര്യങ്ങൾ ബന്ധപ്പെട്ടതാണ്. 5 മാർക്കിന് അവിടെ വരാം, 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് റൈറ്റഡ് ഷെയർസ് വിത്ത് ദ ഹയസ്റ്റ് സ്റ്റാറ്റസ് ആസ് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ റിട്ടേൺ, yield, സേഫ്റ്റി, മാർക്കറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി ആർ കോൾഡ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ബ്ലൂ ചിപ്പ് ഷെയർസ്. ബ്ലൂ ചിപ്പ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതാണത് ബ്ലൂ ചിപ്പ് ഷെയർസ്. ഇപ്പോൾ ടാറ്റ ഇൻഡസ്ട്രി, റിലയൻസ് ഒക്കെ പറയുന്നത് ഹൈലി റെപ്യൂട്ടഡ് ആണ്. മാർക്കറ്റബിലിറ്റിൻ്റെ ഷെയർ വളരെ കൂടുതലാണ്, മാർക്കറ്റ് ഷെയർ വളരെ കൂടുതലാണ്, ഹൈലി ലിക്വിഡ് ആണ്, റിട്ടേൺ ഗ്യാരണ്ടി ആണ്, സേഫ് ആണ്. ഇങ്ങനെയുള്ള ഷെയർസിന് വിളിക്കുന്ന പേരാണ് ബ്ലൂ ചിപ്പ് ഷെയർസ്. ടൈപ്സ് ഓഫ് ഷെയർസ്, ആ ഒരു ഏരിയ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബോണ്ട് ഓർ ഡിബെഞ്ചേഴ്സ്. ഓക്കെ, കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ ബി ആണ് അവിടെ, ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓർ മീഡിയം ആൻഡ് ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറയാം. ഷോർട്ട് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഏതാണ്? മണി മാർക്കറ്റാണ്. അപ്പോൾ മീഡിയം ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് മാത്രമാണെങ്കിൽ നമുക്ക് അതിന് ആൻസർ പറയാൻ പറ്റില്ല. ക്യാപിറ്റൽ മാർക്കറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് മീഡിയം ആൻഡ് ലോങ് ടേം സെക്യൂരിറ്റീസ് ഓർ ബൈയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഓൾ ദീസ് ഇൻസ്ട്രുമെന്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ ലീഡർ ഓഫ് ദ മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ RBI ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെബി ആണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, RBI. IRDA എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇൻഷുറൻസ് മേഖലയിലെ അപെക്സ് ബോഡിയാണ്. ഇപ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്ക്സിൽ പറയുകയാണെങ്കിൽ ആരാണ്? IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഹൗസിംഗ് ബാങ്കിൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക്, നൗ ഇറ്റ് ഈസ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വരുന്നവരാണ് SIDBI, സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അഗ്രികൾച്ചറൽ ബാങ്കിങ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ വരുന്ന അപെക്സ് ബാങ്ക് ഏതാണ്? NABARD, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ആ ഏരിയ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. 9th to 12th ക്വസ്റ്റ്യൻസ് വരെ ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഇട്ടത്. ചിലപ്പോൾ ഇങ്ങനെയും 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഹിയർ സെൻസെക്സ് ഈസ് ദ ഇൻഡെക്സ് ഓഫ്, നോ ഡൗട്ട് ഇറ്റ് ഈസ് BSE. BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടുത്തെ ഇൻഡെക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് നിഫ്റ്റി. ഓക്കെ, മറക്കരുത്. 10th ക്വസ്റ്റ്യൻ, ഓഫർ ഫോർ സെയിൽ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ബോട്ട് ഔട്ട് ഡീൽസ്. 3rd മൊഡ്യൂളിൽ വരുന്ന ന്യൂ ഇഷ്യൂസ് മെത്തേഡിൽ വരുന്ന ഫ്ലോട്ടിംഗ് ഓഫ് ന്യൂ ഇഷ്യൂസിൽ വരുന്നതാണത് ബോട്ട് ഔട്ട് ഡീൽസ്. അതിൻ്റെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓഫർ ഫോർ സെയിൽ മെത്തേഡ്. 11th വൺ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദി ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. ബോണ്ട് ഹോൾഡേഴ്സ്, ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്ന കമ്പനിന് എന്താ? ക്രെഡിറ്റേഴ്സ്. കമ്പനിക്ക് വായ്പ കൊടുത്തവരാ. കമ്പനിയെ നമ്മൾ എന്താ വിളിക്കുക? ഡെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, വായ്പ എടുത്ത ആളുകളാണ്. ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ എന്താണ്? ഓണേഴ്സ് ഓഫ് ദ കമ്പനി, ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആണ്. ആ കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. Now last one, money market is the market for short term lending and borrowing. Okay, treasury bill, bill of exchange, commercial paper, certificate of deposit ഒക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് വരിക. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് വരുമ്പോൾ ഷെയർസ് ഓർ സ്റ്റോക്സ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എക്സെട്ര. ഓക്കെ, now we can discuss very short answer type questions. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്, ടോട്ടൽ 18 മാർക്സ്. ബട്ട് സീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് വേണ്ട അവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പാർട്ട് ബിയിൽ വരുന്ന ഷോർട്ട് ആൻസർ ടൈപ്പിൽ വാട്ട് ഈസ് ഇക്വിറ്റി? ഇക്വിറ്റി ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഷെയർസ്, ഓണർഷിപ്പ് സെക്യൂരിറ്റീസ്. കാരണം ഒരു കമ്പനീൻ്റെ ഓണർഷിപ്പ് പകുത്തു കൊടുക്കുന്ന ഒരു ഇതാണത് ഇക്വിറ്റി. ഇക്വിറ്റി ഷെയർസ് ഇസ്ന്റ് ഇറ്റ്? അവർക്ക് കിട്ടുന്ന റിട്ടേൺ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. അതിന് ഓർഡിനറി ഷെയർസ്, അതുപോലെ റിസ്ക് ഷെയർസ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഇക്വിറ്റി. റൈറ്റ്. ദെൻ 14th ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ഡെറ്റ് മാർക്കറ്റ്? ഡെറ്റ് മാർക്കറ്റ്. Debt market is the market where
ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ബോൺസ്, ഡിബെഞ്ചേഴ്സ് ഓർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരു 4 പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. BSE, NSE എന്നൊക്കെ പറയുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഓർ ഓൾഡ് ഷെയർസ്. ന്യൂ ഷെയർസ് ഒക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്. ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ഇറ്റ് ഈസ് ഹൈലി സേഫ്. റിട്ടേൺ ഈസ് guaranteed. There is no chances of default in the repayment of principal amount or return. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് വിളിക്കുന്ന പേരാണത് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്. ഇറ്റ് ഈസ് മോർ സേഫ്. ഓക്കെ, ആളുകളെല്ലാവരും വാങ്ങാൻ താല്പര്യം കാണിക്കുന്നതാണെന്ത് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്. ഈ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പോളത്തെ വിളിക്കുന്ന പേരാണെന്ത് ഗിൽറ്റ് എഡ്ജഡ് മാർക്കറ്റ്. റൈറ്റ്, നൗ റൈറ്റ്സ് ഷെയർസ് ഇസന്റ്. റൈറ്റ് ഷെയർസ് അതുപോലെ ബോണസ് ഷെയർസ് ഒക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. റൈറ്റ് ഷെയർസ് പറഞ്ഞാൽ ഒരു കമ്പനീൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കുറഞ്ഞ നിരക്കിൽ ഷെയർസ് വിൽക്കുന്നതിനാണ്. കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പോകുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റ്. ബോണസ് ഷെയർസും ദാറ്റ് ഈസ് ഓൾസോ ഓഫേർഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർസ് ബട്ട് ഇറ്റ് ഈസ് നോ മോർ കോസ്റ്റ്. 5 ക്യാഷ് വാങ്ങാതെ കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഓഹരിയെ വിളിക്കുന്ന പേരാണെന്ത് ബോണസ് ഷെയർസ്. റൈറ്റ് ഷെയർസ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത് ബട്ട് അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റ്. ഇപ്പോൾ ഒരു 100 രൂപക്ക് വിൽക്കുന്ന ഷെയർസ് ആ കമ്പനീൻ്റെ നിലവിലുള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്കാണ് ഒരു 80 രൂപക്ക് വിൽക്കുക. അതാണ് റൈറ്റ് ഷെയർസ്. ഒരു ക്യാഷും ഈടാക്കാതെ ഓഹരി വിൽക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത് ബോണസ് ഷെയർസ്. ആ ഏരിയ ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. Now you know the question, how can you explain FIIs, Foreign Institutional Investors? It is also known as Foreign Portfolio Investment. Okay, chapter wise analysis നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ വന്ന് ഡിബഞ്ചറോ ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. The next question what is IPO, Initial Public Offering, that is come under primary market. ഒരു കമ്പനി അവരുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഷെയർസ് പബ്ലിക്കിന് വിൽക്കുന്നതിന് പറയുന്ന പേരാണത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇറ്റ് ഈസ് ഫ്രഷ് ഷെയർസ്. IPOക്ക് ശേഷം സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണത് FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫർ. 20ാമത്തെ ക്വസ്റ്റ്യൻ അണ്ടർ റൈറ്റേഴ്സ്. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ഷെയർസ് കാര്യങ്ങളൊക്കെ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നു, അത് അൺസോൾഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ആ ഷെയർസ് ഫുള്ള് വാങ്ങാമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന ഇന്റർമീഡിയറീസിന് വിളിക്കുന്ന പേരാണെന്ത് അണ്ടർ റൈറ്റേഴ്സ്. റൈറ്റ്, നൗ ഡിമാറ്റ് ഷെയർസ്. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ മോർ. ഡിമെറ്റീരിയലൈസ്ഡ് ഷെയർസ്, ഫിസിക്കൽ ഷെയർസിനെ ഇലക്ട്രോണിക് ഫോർമാറ്റ്, ഡിജിറ്റലൈസ്ഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണത് ഡിമാറ്റ് ഷെയർസ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏരിയാസ് ഫിസിക്കൽ ഷെയർസ്, ഡിമാറ്റ് ഷെയർസ് ഓർ ഡിമെറ്റീരിയലൈസ്ഡ് ഷെയർസ് ആൻഡ് ഓൾസോ റീമെറ്റീരിയലൈസേഷൻ. ഓക്കെ, ഈ ഏരിയ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ചാപ്റ്റർ വൈസ് അനാലിസിസ് ഈ ഏരിയ ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആ പ്രീവിയസ് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം. 22nd ക്വസ്റ്റ്യൻ റൈറ്റ് നോട്ട് ഓൺ ലിസ്റ്റിംഗ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ഓവർ ദ കൗണ്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഒക്കെ ഉണ്ട്. അവിടെ എല്ലാ കമ്പനീസിൻ്റെ ഷെയർസും ഡിബഞ്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന സ്ഥലമല്ല. അതിന് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. ആ നമ്മുടെ ഷെയർസ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രേഡ് ഫ്ലോറിൽ ലിസ്റ്റ് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിഫ്റ്റി. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പെയറായിട്ട് പഠിക്കുക നിഫ്റ്റി സെൻസെക്സ്. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ NSE, സെൻസെക്സ് എന്ന് പറഞ്ഞാൽ BSE. ഓക്കെ, അതുപോലെ തന്നെ BSEയും NSEയും. ഇപ്പോൾ ഏഷ്യയിൽ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാന്ന് വെച്ചാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്നതാ ദാറ്റ് ഈസ് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ 1992 വരുന്നത്. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസ് അവരുടെ സെക്യൂരിറ്റീസ് ഒക്കെ BSE NSEയിലൊക്കെ ട്രേഡ് ചെയ്യാൻ എന്താണ് അതിൻ്റെ ഒത്തിരി ഫോർമാലിറ്റീസ് ഒന്നും ഫുൾഫിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവർക്ക് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസൊക്കെ ട്രേഡ് ചെയ്യുന്നതിനുള്ള പ്ലാറ്റ്ഫോം ലഭ്യമാക്കുന്നതാണെന്ത് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ OTCEI. 24th ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ബിയർ? ഓക്കെ, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സ്പെക്കുലേറ്റേഴ്സിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കണം. ബുള്ളുണ്ട്, ബിയർ ഉണ്ട്. ഓക്കെ, ബുൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വില കൂടും, ഭാവിയിൽ കൂടും എന്ന് മനസ്സിലാക്കിയിട്ട്
കൂടുതൽ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയർസ് വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ സ്പെക്കുലേറ്റേഴ്സിന് വിളിക്കുന്ന പേരാണത് ബുള്ള്. ഓക്കെ, ദെൻ ഭാവിയിൽ ഷെയർസിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ വില ഗണ്യമായിട്ട് കുറയുമെന്ന് മനസ്സിലാക്കിയിട്ട് കയ്യിലുള്ള ഷെയർസ് വിൽക്കുന്ന ആളെ വിളിക്കുന്ന പേരാണത് ബിയർ. ഓക്കെ, അപ്പോൾ ബുള്ള് ബിയർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. സി ദിസ് ഈസ് അബൌട്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പാർട്ട് സിയിൽ വരുന്ന ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പുതിയ പാറ്റേൺ പ്രകാരം നമുക്ക് ഓരോ ക്വസ്റ്റിനും 6 മാർക്ക് ഉണ്ട്. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ സീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് എത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം, ഫുൾ മാർക്ക് വാങ്ങാനുള്ള അവസരമുണ്ട്. See 25th question, briefly explain the functions of capital market in a country like India. നമ്മുടെ ചാപ്റ്റർ വൈസ് അനാലിസിസ് വളരെ ഉഷാറായിട്ട് ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ മോർ. 26th question, you can see the role of financial system in the socio-economic development of the country is immense. Comment in your own words. Okay, ഇവിടെ നമ്മുടെ ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. റോൾ ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ്. ഫൈനാൻഷ്യൽ സിസ്റ്റം ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, capital formation, employment generation, optimum utilization of available resources, investment. Okay, there are lots of things are there. That is why a vibrant financial system is very very important. It is the backbone of a growing economy, right? Why areas നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. ഇതേ ടോപ്പിക്കിന് എസ്സേയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 27th question, what are euro issues? What are the major components of euro issues? യൂറോ ഇഷ്യൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ യൂറോപ്യൻ യൂണിയൻ്റെ കറൻസി യൂറോ ഉണ്ട്, അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ യൂറോ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം കമ്പനീസ് ഡൊമസ്റ്റിക്കിൽ നിന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന ഷെയർസ് ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഇതേ പ്രോസസ്സ് കമ്പനീസ് റൈസിങ് ഫണ്ട് ഫ്രം എബ്രോഡ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ഡിബഞ്ചേഴ്സ് ആൻഡ് സോ ഓൺ, അതിന് വിളിക്കുന്ന പേരാണ് യൂറോ ഇഷ്യൂസ്. അവിടെ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് GDR, അതുപോലെ ADR അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, അതുപോലെ FCCB ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്, ഈ ഏരിയാസ് ഒക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മസാല ബോണ്ട്സ് ഒക്കെ ഉണ്ട്, isn't it? If you want you can refer to that area as well. മസാല ബോണ്ട്സ് ഒക്കെ 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കുക. അതൊന്നും ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല. എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസും നമ്മൾ റെഫർ ചെയ്യണം. കാരണം ഡിഗ്രി പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ നിന്നും മീഡിയാസിലൊക്കെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതും ക്വസ്റ്റ്യൻസ് വരാം, isn't it? Now 28th question, what are the major difference between debt market and equity market? Debt market and equity market നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന ഏരിയ ആണ് ഡെറ്റ് മാർക്കറ്റ്, ദെൻ ഇക്വിറ്റി മാർക്കറ്റ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസസ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റണം. 29th question, trace out the causes for poor performance of new issue market in India. നമ്മുടെ തേർഡ് മൊഡ്യൂൾ വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ വരുന്ന ഡോമിനൻ്റ് റോൾ ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അതുപോലെ മിഡിൽ മെൻ ആൻഡ് ആവറേജ് ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ ദി പ്രൈമറി മാർക്കറ്റ്. ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൈമറി മാർക്കറ്റ്. 30th question, briefly explain the types and working of mutual funds in India. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നതാണ്. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മീനിങ് കൊടുക്കുക. ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്, open ended, close ended, growth oriented, equity, and there are lots of offshore mutual funds. അതൊക്കെ ഫോക്കസ് ചെയ്യാം. Now 31st question, bring out the salient features and objectives of OTCEI, over the counter exchange of India. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. കാരണം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിനുള്ള നാഷണൽ ലെവലിൽ വരുന്ന ഹൈലി ഇലക്ട്രോണിക് ബേസ്ഡ് ട്രേഡ് ചെയ്യുന്ന വളരെ റിനൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് OTCEI. Now 32nd question, trace out the role of development banks in the Indian capital market. Okay, സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നതാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നതാണ് ഡിവലപ്മെൻറ്റ് ബാങ്ക്സ്. IFCI, SFCs, NABARD ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പേര് മനസ്സിലാക്കുക, അതിന് പ്രധാനപ്പെട്ട റോളുകൾ മനസ്സിലാക്കുക. ഷെയർസ് ഡിബഞ്ചേഴ്സ് ഒക്കെ അവർ ഇഷ്യൂ ചെയ്യുന്നു, ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ സീ ദിസ് ഈസ് അബൌട്ട് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓർ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഏത് ഡിസ്കസ് ചെയ്യാം? എസ്സേ ടോപ്പിക്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ മതി. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ ഫങ്ഷൻസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റം ഇൻ ദ കൺട്രി. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ചാപ്റ്റർ വൈസ് അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 1 ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈനാൻഷ്യൽ സിസ്റ്റം. 4 കോമ്പണൻസ് ഉണ്ട്. കാരണം ഈ മൊഡ്യൂൾ മൊത്തമായിട്ട് പറയുന്ന ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു കോമ്പണൻ്റാണ്. ഏതാ? ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്ന ഏതാണ്? മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്.
ആ ക്യാപിറ്റൽ മാർക്കറ്റാണ് മൊഡ്യൂൾ സെക്കൻഡ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു സെഗ്മെൻ്റ് ആണെന്ത് പ്രൈമറി മാർക്കറ്റ് മൊഡ്യൂൾ 3. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അനദർ സെഗ്മെൻ്റ് ആണെന്ത് സെക്കൻഡറി മാർക്കറ്റ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ദാറ്റ് കം അണ്ടർ മൊഡ്യൂൾ 4. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വളരെ ഉഷാറായിട്ട് ചെയ്യാം. Now 34th question, critically examine the role, objectives and powers of SEBI, Securities and Exchange Board of India, the regulator of capital market of India. റോള്, ഒബ്ജക്റ്റീവ്സ്, ഏറ്റവും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്കാംസ് അതുപോലെ ചീറ്റിംഗ് ഈ കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, ഗൈഡ് ലൈൻസ് നൽകുക, ഡെവലപ്മെൻറ്റ് റോള് നൽകുക, റിസർച്ച് വർക്കിൽ ഏർപ്പെടുക, ഒരു ഓർഡർലി ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് വിഭാവനം ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് സെബി ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് സെബീൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ആ കാര്യം കാരണം ക്രിട്ടിക്കലി എക്സാമിൻ എന്ന് ചോദിക്കുമ്പോൾ റോള്, ഒബ്ജക്റ്റീവ്, സ്ട്രക്ചർ എഴുതിയാൽ പോരാ. യു നീഡ് ടു ആഡ് ക്രിറ്റിസിസം ഓർ ഡ്രോബാക്സ് ഇൻ ദി വർക്കിംഗ് ഓഫ് സെബി. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് അതിൽ മാക്സിമം മാർക്ക് കിട്ടുള്ളൂ, മറക്കരുത്. 35ാമത്തെ ചോദ്യം, ഡിസ്കസ് ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂസ് ഇൻ ദി പ്രൈമറി മാർക്കറ്റ്. മൊഡ്യൂൾ 3 ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നമ്മൾ വേരിയസ് മെത്തേഡ്സ് പബ്ലിക് ഇഷ്യൂ മെത്തേഡ്, IPO, FPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ്. സിമിലർലി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മെത്തേഡ്, റൈറ്റ് ഇഷ്യൂ മെത്തേഡ്, ബോണസ് ഇഷ്യൂ മെത്തേഡ്, പ്രോസ്പെക്ടസ് മെത്തേഡ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഏരിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 5 മാർക്കോ അല്ലെങ്കിൽ എസ്സേയിലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ വൈസ് അനാലിസിസ് പറഞ്ഞപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. നൗ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ട്രൈസ് ഔട്ട് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ, ബ്രിങ് ഔട്ട് ദ മേജർ വീക്ക്നെസ്സസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇവിടെ 4th മൊഡ്യൂളുമായി ബന്ധപ്പെട്ട ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 20ഓളം സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. അതിൽ നാഷണൽ ലെവലിൽ നമുക്ക് വരുന്നതാണ് എന്ത് BSE, NSE, OTC, EI, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ദെൻ ഒത്തിരി റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അഥവാ ലോക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇങ്ങനെ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങൾ സെക്കൻഡറി മാർക്കറ്റാണ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് അതിൻ്റെ ഓപ്പറേഷൻസ്. കാരണം എക്സിസ്റ്റിംഗ് ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ്. അവിടെ സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്, ഇൻ്റർമീഡിയറീസ് ഉണ്ട്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്, കമ്മീഷൻ ഏജൻറ്റ്സ് ഉണ്ട്, ബുള്ള്, ബിയർ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇന്ത്യയിൽ നമുക്കൊരു BSE, NSE ഒക്കെ വന്നത് അതിൻ്റെ ഇയർ, അതിൻ്റെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങനെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു എസ്സേ നിങ്ങൾ അതിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഈ 4 മൊഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി വീഡിയോസ് മൊഡ്യൂൾ 1, 2 ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് മൊഡ്യൂൾ 3ലും 4ലൊക്കെ ബന്ധപ്പെട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്സിൽ തന്നെ ഒത്തിരി വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ആ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. എക്സാമിന് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എഴുതുക. ഇനി എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പാർട്ട് C ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു അനാലിസിസും കൂടി നൽകും. ഓക്കെ, അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് സധൈര്യം ഈ എക്സാം നിങ്ങൾ എഴുതുക. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാവർക്കും യൂണിവേഴ്സിറ്റി എക്സാം എളുപ്പമാകട്ടെ, നല്ല സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, സി യു.